ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഹിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. ഈ വ്യക്തി ഉണ്ടല്ലോ, ഇയാള് നമ്മൾ കരുതിയ ആളല്ല. ഇയാളെ ഇഷ്ടത്തിന് സംസാരിക്കുന്ന ആളല്ല അല്ലെ. മടവൂരാര പഠിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ആ പാട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ അതിന് ന്യായീകരിച്ച് വന്ന് പിന്നെ അവസാനം പറഞ്ഞത് മടവൂര് ഞങ്ങളെ പഠിച്ചവൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് ആ വ്യക്തിയാണിത്. അപ്പൊ ഇപ്പതാ വേറൊരു വീഡിയോ കാണാനുണ്ട്. ഇത് കുറെ മുമ്പ് പറഞ്ഞതാ. അപ്പോ ഇവന്റെ ശൈക്കന്മാർക്ക് ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനൊക്കെ കഴിയത്രേ. അപ്പൊ ഇത് ഇവന്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല, പിന്നെ ആരുടെ ഇഷ്ടത്തിന് പറയാണ്. അപ്പൊ ഇവന്റെ ശൈക്കനെ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇഷ്ടത്തിൽ, സ്വന്തം ഇഷ്ടത്തിൽ എന്തോ ഹസനി പറയണതല്ല. അത് പറയാൻ അതിന് അധികാരമുള്ള, ദീന് കൈകാര്യം ചെയ്യുന്ന, ദീൻ നടത്താൻ അള്ളാഹ് അയച്ച അല്ലാഹുവിന്റെ ആളുകളുണ്ട് ഇവിടെ. ഓരോ കാലത്തും അവർ പറഞ്ഞതിനനുസരിച്ച് സംസാരിക്കുന്ന ഉലമാവും എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സംഘത്തിൽ ചെറുതാണെങ്കിലും ഹഖിലും ഹഖീഖത്തിലും അവരെ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ ഈ സംഘടനയോ നിങ്ങളെ ഈ ആൾക്കൂട്ടങ്ങളോ അലക്കയും മതിയാകൂല. അപ്പൊ ആരാണ് ഈ പറയുന്ന ഷെയ്ഖ്? ഈ ഷെയ്ഖിനെ കുറിച്ചാണ് പറയുന്നത്. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനൊക്കെ കഴിയുന്ന ആർക്ക്? ഇപ്പൊ കണ്ടിട്ട് ഞങ്ങൾ വലിയ ചുപ്പൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഒപ്പം അടുത്ത ദിവസം ഒരു വാട്സപ്പിൽ വന്ന ഒരു ഫോട്ടോസ്, അതുപോലെ തന്നെ അതിനൊപ്പം വന്ന ഒരു വോയിസും കൂടെ ഒരാൾ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ എടുത്തുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ആ ഫോട്ടോ, അതിൽ വന്ന ഫോട്ടോ അടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ നമ്പർ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വോയിസും ഞാനൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്നാലും അതൊന്ന് മനസ്സിലാവും നമുക്ക്. ഫോട്ടോ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വളരെ സന്തോഷം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അത് മദദിയാ ശൈഖുനാ. കണ്ടില്ലേ? അപ്പോ ഈ ഷെയ്ഖിന്റെ ഒരു മുരീദാണിപ്പത്. അപ്പോ ഇദ്ദേഹം പുറം രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. കണ്ടില്ലേ? ആദ്യം നമ്മളെ ജുബ്ബ കണ്ടില്ലേ? അപ്പൊ അദ്ദേഹം വേറെ എവിടെക്കോ പോകുമ്പോൾ എയർപോർട്ടിൽ ഇരിക്കുന്ന രംഗാണിപ്പത്. പാന്റും അതുപോലെ ടീഷർട്ടും, തലയിൽ മറവൊന്നുമില്ല. അപ്പൊ ഇയാളെ കുറിച്ചാണ് ഇവർ വലിയ ഷെയ്ഖാണെന്ന് പറയുന്നത്. ഇയാൾക്കാണ് ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനൊക്കെ കഴിവുണ്ട് കാരണം മറ്റോ പ്രസംഗിച്ച് അയച്ചു കൊടുത്തല്ലോ ആ വ്യക്തി. ഇനിയിപ്പോ ഈ നൗഷാദിനെ കുറിച്ച് നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മഷായിക്ക് വരാണ്ട് പരിപാടിയിൽ ഈ കുഞ്ഞായ്മന്റെ ഒരു വെല്ലുവിളി ഉണ്ട്. ഇങ്ങനെ നമ്മളൊക്കെ പറഞ്ഞാൽ അത് കേട്ടൊക്കെ നമുക്ക്. ഹസനി ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരാടാന്നുള്ളത് വരി ആ കേട്ടില്ല നിങ്ങള്? നൗഷാദിനായിട്ട് മുട്ടാൻ, അതാണ് ഈ അക്സനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശരിക്കുള്ള അക്സനി ഒന്നല്ല. അപ്പോ ഇവന് ഇനി അക്സനിയുടെ ഒന്നുമില്ല, യോഗ്യത ഒന്നുമില്ല. അപ്പോ അവനായിട്ട് മുട്ടാൻ ആരാളുള്ളതെന്നാണ് ചോദിക്കുന്നത് കുഞ്ഞായ്മത്. അപ്പോൾ നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇവന്മാരൊക്കെ ചില ആളുകളുടെ പ്രൊഡക്റ്റാണ്, ദീനിനെ പൊളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ കുഞ്ഞായ്മ തന്നെ പ്രസംഗിക്കുന്ന മറ്റൊരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിച്ചിരുന്നു. അത് കുറച്ചും കൂടെ അതിന്റെ കുറഞ്ഞൊരു വാഞ്ഞപ്പോഴും ഒന്നും കൂടി കേൾപ്പിക്കാം. അപ്പം ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ മോദിജിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോ ഈ വേദി ശ്രദ്ധിച്ചങ്ങൾ, ആ വേദിയിൽ പിന്നെ BJP-ന്റെ എന്താ ന്യൂനപക്ഷം കുറച്ച് ആൾക്കാർ ആരൊക്കെയാണ് അതിലുള്ളത്, അവർക്കൊരു സ്വീകരണം കൊടുക്കാണ്. ഇവരെ ഈ സാവിയത്ത് സൂഫിയ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് അവിടുന്ന് കുഞ്ഞായ്മത് പ്രസംഗിക്കാണത്. അപ്പൊ അതിലാ വേദിയിൽ ഈ നൗഷാദിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യിക്കണ്ടല്ലോ, നമ്മൾ ആടിനെ പെണ്ണാക്കാന്ന് പറഞ്ഞല്ലോ, അയാളൊക്കെ ഇരിക്കുന്നുണ്ട് കാരണം നിങ്ങള്. അപ്പൊ ഇവര് തനി ഗുണം മനസ്സിലായില്ല എന്താന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇവരെ സൂഫി ബോർഡ് ഉണ്ട് ഈ വിഭാഗത്തിന്റെ. ആ വിഭാഗത്തിനായിട്ട് ഇവർക്ക് വലിയ ബന്ധം. എന്നാൽ ഈ സൂഫി ബോർഡ് ഈ മണ്ണാർക്കാട് അമ്പകുന്നിലൊരു ഓഫീസ് തുടങ്ങി. ആ സമയത്ത് ഇവർ പറഞ്ഞ സൂഫി ബോർഡിന്റെ ആൾക്കാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അപ്പൊ അവരുടെ നിലപാട് എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. സ്നേഹമാണ് സൂഫിസം. മതം പഠിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാരതം? ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. അമ്പംകുന്ന് വീരാനവലിയായുടെ അപരനാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ്. ഇന്ത്യയിൽ സൂഫിസത്തിന്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീറാണ്. ഇന്ത്യയുടെ അശോക സ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയല്ല ഇത്. ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽപ്പെട്ടവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ. അജ്മീർ ഖാജയുടെ പിൻഗാമികളാണ് ഇതിന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ. സൗദി വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ്, സംഗീതം അനുവദനീയമാണ്. ശരിക്കും പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല. കേട്ടങ്ങള് ഈ പറയുന്നതൊക്കെ എന്തൊക്കെയാന്ന് ശ്രദ്ധിച്ചങ്ങള്. ഇവര് ദേശീയ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആളുകളാണ്. ആര്? ഈ സൂഫി ബോർഡിന്റെ ആൾക്കാർ. അതുപോലെ തന്നെ ന്യൂനപക്ഷം മോർച്ച അവിടെ വന്നപ്പോൾ സ്വീകരിച്ചല്ലോ, അവരും ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ ഒരേ പ്രൊഡക്റ്റാണ് സംഭവം. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇയാൾ ഇവിടെ പറഞ്ഞു. മതം വെടിയുക, മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ഇസ്ലാമികപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പിന്നെ അതിൻ്റെതായിട്ടുള്ള നിസ്കാര വിഭാഗത്തൊന്നും ഇവർക്ക് ആവശ്യമില്ല.
പിന്നെ ഇവർക്ക് ആകെയുള്ള ഒരു ആവശ്യം മഷായിഖന്മാർ ഏൽക്കുന്ന അപ്പൊ അമ്പകുന്നില് ആണ് ഇത്തരത്തിൽ അവിടെ യാറും അവിടെ ഒരു മഹാനൊക്കെ മറവിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ചാരത്താണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവരെ ലക്ഷ്യം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്ന ഇവിടെ ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ, അവരെ വിശ്വാസം തെറ്റിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവരെ സൂഫി ബോട്ടിലും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ മോർച്ചയിലും അതുപോലെ തന്നെ ഇവരോട് അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ബന്ധം. ഇനിയിപ്പോ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സൂഫി ബോർഡും അതുപോലെ തന്നെ ഈ കുരുവട്ടൂരികളും എന്താ ബന്ധം? അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി നിങ്ങൾ ഈ ഫോട്ടോ കണ്ടങ്ങൾ, ഈ ഫോട്ടോ നോക്കി. ഈ കുരുവട്ടൂർ ആസ്ഥാനത്ത് ഇവരും പോയിട്ടുണ്ട്. ആ പത്രസമ്മേളനം നടത്തിയ രണ്ടാൾക്കാരാണ് നടത്തുന്നത്. അതിന്റെ അപ്പുറം നിൽക്കുന്നത് ഒന്ന് നൗഷാദും ഒന്ന് കുഞ്ഞഹമ്മദും. കണ്ടോ, ഇവര് തമ്മിൽ വലിയൊരു അന്തർധാര കൂടിയിട്ടുണ്ട്. അതുപോലെ BJP ആൾക്കാരായിട്ട് വലിയൊരു അന്തർധാരമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ദീനിനെ പൊളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വികലമായിട്ടുള്ള ആശയങ്ങൾ. ഇനി ഇത് മാത്രമല്ല, ഇവര് ദീനെ പൊളിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ അടുത്ത കാലത്ത് കണ്ടത് കാണിച്ചു തരാം. BV സക്കീർ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരാളാണ് FPയിൽ എഴുതിയിട്ടുള്ളത്. മരണപ്പെട്ടവർക്ക് വേണ്ടി മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം. റുക്കോ സുജൂദോ അഥവാ കുനിഞ്ഞു നിൽക്കലും ശ്രേഷ്ഠാംഗവും ഒന്നുമില്ലാത്ത ഈ പ്രാർത്ഥന നമസ്കാരം എന്ന് പറയാൻ പറ്റില്ലെന്നും ഒരു വാദമുണ്ട്. അതെന്തായാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിർവഹിച്ചു പോരുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ഇപ്പോഴിത് മാറ്റം വന്നിരിക്കുന്നു. തിരുവമ്പാടിയിലെ ഇടത്ത് വീട്ടിൽ മാധവൻ എന്ന പൊതുപ്രവർത്തകനു വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച അകമ്പൊരുൾ ഭവനിൽ മയ്യത്ത് നിസ്കാരം നടന്നിരിക്കുന്നു. മുഹമ്മദ് നബിയുടെ കാലത്ത് എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷി മരണപ്പെട്ടപ്പോഴാണ് ആ ക്രിസ്ത്യൻ രാജാവിന് വേണ്ടി നബിയും കൂട്ടരും മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ CH മുസ്തഫ മൗലവി പറഞ്ഞു. ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടി കേരളത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുന്നത്. നല്ലതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഈ CH മുസ്തഫാന്റെ ഒരു പരിപാടിയാണ് പോയി കണ്ടത്. അപ്പൊ ഇയാളെയാണ് കുരുവട്ടൂരികൾ അംഗീകരിക്കുന്നത്. അവരെ മടവൂർ കോട്ടയിലേക്ക് വിളിച്ചുകൊണ്ടേതും അവിടെ തോമ്പ് ജപിച്ചത്. ഈ 1-ാം തീയതി എല്ലാ ദിവസവും അവിടെ ഒരു മജ്ലിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കുരുവട്ടൂരിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതിൽ നൗഷാദ് ഹസനി ഉണ്ട്, പിന്നെ ഹാഫിദ് ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നൗഷാദ് ഹസനി എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം. എല്ലാവരുമായിട്ട് വളരെ നല്ല മാനുഷിക ബന്ധങ്ങൾക്ക് മറ്റുള്ളതൊന്നും തടസ്സമല്ലല്ലോ. അങ്ങനെ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം അവിടെ മജ്ലിസ് നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മജ്ലിസിലേക്ക് പോയി. മജ്ലിസിൽ പോയിരുന്നപ്പോൾ എന്നോട് വളരെ അവിചാരിതമായി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഈ മടവൂർ കോട്ട ആസ്ഥാനത്ത് നടന്ന ഷാദുലി റാത്തീബ്, അതിലാണ് ഈ ചങ്ങായി പങ്കെടുത്തിട്ടുള്ളത്. ഈ ചങ്ങായി പങ്കെടുത്തെന്നാണ് മറ്റേ ഒരു പിന്നെ ഈ ഈ ഷെയ്ക്കിനെ ഓലന്ന് ഗുരുവത്തൂർ വലിയുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ചാടുന്നൊരു വീഡിയോ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അത് ഈ ചങ്ങായി പങ്കെടുത്തെന്നാണ്. അപ്പോൾ ആ അത് പുറത്തുവരൊക്കെ ചെയ്തല്ലോ. അപ്പൊ അന്നാണ് ഈ പിന്നെ ഇയാളെ കുറിച്ച് പറയാനുള്ളത് നിരീശ്വരവാദി ഒരു ചേകനൂർ ലെവലിലുള്ള വ്യക്തിയാണ് ഇയാൾ, ഈ CH മുസ്തഫ. അദ്ദേഹം തന്നെ കണ്ടില്ല ഇപ്പോൾ ഇവിടെ ഹിന്ദു ആയിട്ടുള്ള ഒരാൾക്കാണ് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ അയാളെ ചാനൽ ഞാൻ നോക്കുമ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ തെളിവുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവന്മാര് ചെയ്യുന്നതിനും തെളിവ് പറയാറുണ്ട്, ആര് ചെയ്യുന്നതിനും ഖുർആനും ഹദീസും തെളിവ് പറയാറുണ്ട്. അതേപോലെ ഈ CH മുസ്തഫ പറയുന്നതിനും അവൻ അതിന്റെ തെളിവ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ പഴച്ച ചിന്താഗതിക്കാരെയാണ് ഇവന്മാർ കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ വിഷയത്തിൽ കേട്ടോ. അപ്പൊ ഒരു ഭാഗത്ത് എല്ലായിടത്തും ഇവന്മാർ ദീനിനെതിരുള്ള ആൾക്കാരെ തന്നെയാണ് കൂട്ടുപിടിക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടുത്തെ ദീനിനെ പൊളിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം, സംഘി വിഭാഗത്തോട് ഉള്ള ബന്ധം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ചേകനൂരികളായിരിക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിന് വേറെ പല ന്യായീകരണം നടത്തിക്കൊണ്ട് രംഗത്ത് വരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിയാണ് ഇത്തരം സുഫികൾക്കുമായിട്ട് നിങ്ങളായിട്ട് തന്നെ ബന്ധം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവനെ ന്യായീകരിച്ചുകൊണ്ട് പല ഉടായ്പും വരുന്നത്. ഇവനെ കഴിഞ്ഞ ഇതിൽ ഓൻ പിടിച്ചു നിൽക്കാൻ എന്താ പറഞ്ഞാല്, ഈ സൂഫികളുമായിട്ടുള്ള സൂഫി ബോർഡിന്റെ ആൾക്കാർക്ക് അവിടെ ഓഫീസ് കൊടുത്തതിന്റെ ആള് AP വിഭാഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് അവൻ രംഗത്ത് വന്നത്. പിന്നെ ഇവരേറ്റ് നല്ല കയ്യൊപ്പ് നടത്തിയൊരു സംഭവമാണ്. വാടകയ്ക്ക് അവരെടുത്തൊരു ബിൽഡിംഗ് ആണ്. അതിന്റെ ഓണർ ആരാ നോക്കിയിട്ട് അവര് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അയാൾക്ക് സത്യത്തിൽ ഇതാരാണ് ഈ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്നതെന്ന് ആദ്യം അറിയില്ല. അത് അറിഞ്ഞ ഉടനെ തന്നെ ആ വ്യക്തി അവരവിടുന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഓഫീസ് മാറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും അവരേറ്റ് ബന്ധമാക്കിയ ആൾക്കാരാണ് ഈ കുരുവട്ടൂരികൾ. അതുപോലെ തന്നെ CH മുസ്തഫ അറിയായിട്ടാ. എന്നിട്ട് ഈ CH മുസ്തഫയെ കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് നൗഷാദ് എന്താ വന്നറിയോ, CH മുസ്തഫ മടവൂർ കോട്ടയിലേക്ക് തൗബ ചെയ്യാമെന്നുള്ളതാണ്. അതാണ് അവൻ പറഞ്ഞത്. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ CH മുസ്തഫ തൗബ ചെയ്തതിന്റെ പിന്നാലെ നമ്മൾ ഈ ആദ്യം മയ്യത്ത് നിസ്കാരം കണ്ടത്. ഇത് നമ്മൾ മുസ്ലിംക്ക് ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവന്മാർ ഇതിലപ്പുറം പറഞ്ഞുകൊണ്ട് വരും. ആരും ഇതൊക്കെ ദീനിന്റെ പേരിലാണ് എന്ന് കരുതി ദീനിനെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പറ്റരുത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദുമാർക്കെതിരെ, ഇത്തരം ആളുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഉസ്താദുമാർക്കെതിരെയും ഇവന്മാർ രംഗത്ത് വരും.
അതുകൊണ്ട് ഇവന്മാരെ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയുന്നത്. ഹസനി ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരടാന്നുള്ളത് വരി. ചൂടായിട്ട് നമുക്ക് പറയാൻ പോവാണ്.